കെ കരുണാകരന് ശേഷം കേരളത്തിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന സുരേഷ് ഗോപിയുടെ വിമർശനത്തിന് മറുപടിയുമായി വി മുരളീധരൻ. താൻ എന്ത് ചെയ്തുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നായിരുന്നു വി മുരളീധരൻ്റെ മറുപടി. ഇത് സംബന്ധിച്ച ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, വളരെ കൃത്യമായൊരു വിമർശനം, അതിന് മറുപടിയാണ് ഇപ്പോൾ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞത് മുരളിക്ക് കെ കരുണാകരന് ശേഷം ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ പറഞ്ഞതിൽ ഇവിടെ നിന്നും മന്ത്രിമാരായ കെ ആൻ്റണിയുണ്ട്, വയലാർ രവിയുണ്ട്, കെ തോമസ് അടക്കമുള്ളവരുണ്ട്. പക്ഷേ വലിയ ഒരു വിമർശന മുന നീളുന്നത് വി മുരളീധരന് നേരെ തന്നെയാണ്. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് കണ്ടതാണ്. അത് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വി മുരളീധരനെതിരെ ഉള്ള വിമർശനം കൂടിയാണ്. എന്തൊക്കെയാണ് വി മുരളീധരൻ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും സിജു, ഏതായാലും സുരേഷ് ഗോപിയുടെ വിമർശനം, അതായത് സുജിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുടെ കാര്യത്തിൽ കെ കരുണാകരന് ശേഷം ആരും ഇവിടെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം വി മുരളീധരൻ പ്രതികരിച്ചത് താൻ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലുള്ളവർക്കറിയാം എന്നുള്ളതായിരുന്നു. കാരണം വലിയ തോതിൽ അദ്ദേഹം പ്രതിരോധത്തിലാകുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്തു എന്നുള്ളത് ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല, അത് കൃത്യമായി ജനങ്ങൾക്കറിയാം എന്നുള്ളൊരു മറുപടി മാത്രം നൽകിയാണ് വി മുരളീധരൻ ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഭാരതമാതാവ് പരാമർശം സുരേഷ് ഗോപിയുടെ. ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായാണ് കാണുന്നത് എന്നതും സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രം നടത്താനാണ് വി മുരളീധരൻ തയ്യാറായത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് സിജു. ഷീജ, നമുക്കറിയാം ഈ സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി അത് വെട്ടിയത് കേരളത്തിലെ നേതാക്കൾ എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഈ സുരേഷ് ഗോപി നിലവിൽ സംഘടനാ സംവിധാനത്തിന് പുറത്തേക്ക് തന്നെയാണ്. അതായത് കേരളത്തിലെ നേതാക്കളെ പരിഗണിക്കുന്നില്ല, അവർ പറയുന്ന മുഖവിലേക്ക് എടുക്കുന്നില്ല തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള പ്രതികരണത്തെയും പ്രവർത്തന ശൈലിയെ കുറിച്ചും വി മുരളീധരനോട് ചോദിച്ചിരുന്നു. സുരേഷ് ഗോപിയുടേതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഒക്കെയുണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വി മുരളീധരൻ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ഇതിനകം തന്നെ സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാക്കളോട് വലിയ തോതിലുള്ള അമർഷം നിലനിൽക്കുന്നുണ്ട്. തന്റെ കേന്ദ്ര മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ അനർഹമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇത്തരം ഈ ഒരു പ്രതികരണത്തെയും കാണേണ്ടത്. പക്ഷേ ഏതായാലും ഈ വിഷയത്തിൽ പരസ്യമായി ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് നിലവിലിപ്പോൾ വി മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു, ഷീജ, നിലവിൽ നമുക്കറിയാം ഈ സുരേഷ് ഗോപിയുടെ തൃശൂർ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദി അടക്കം സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾക്ക് നിരവധി തവണ എത്തിയതും എല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ. ഇപ്പോൾ ഇത്തരത്തിൽ ഈ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. ഇത് ഈ പാർട്ടിക്കകത്ത് BJPക്കകത്ത് വലിയ തരത്തിലുള്ള ഈ നേതാക്കൾക്ക് സുരേഷ് ഗോപിയോട് വലിയൊരു അസ്വാരസ്യത്തിനുള്ള ഒരു വെടിമരുന്നിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പറച്ചിലും. അതിൻ്റെ തുടക്കമാണ് വി മുരളീധരൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഇതിനകം തന്നെ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് BJPക്കുള്ളിൽ ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വി മുരളീധര പക്ഷമൊക്കെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷം ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു പരസ്യ പ്രകടനത്തിലേക്ക് പോയാൽ അത് വലിയ തോതിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ BJPക്കുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സുരേഷ് ഗോപിയിൽ മാത്രം ഒതുക്കി നിർത്തി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ BJPയുടെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ചും വി മുരളീധരൻ പക്ഷമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു പരസ്യ പ്രതികരണമാണ് ഇതിൽ സുരേഷ് ഗോപി നടത്തിയത്. അതും വി മുരളീധരൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നുള്ളത് കൊണ്ട് അത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ BJPയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കെ കരുണാകരന് ശേഷം കേരളത്തിലെ നിന്ന് പോയ ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി വി മുരളീധരൻ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു. താൻ ചെയ്തത് എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നായിരുന്നു വി മുരളീധരൻ്റെ മറുപടി.